ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു, ഞാൻ ഡയറക്ടറായിട്ട് രണ്ടാമത്തെ സിനിമ. ഞങ്ങൾക്ക് ആദ്യത്തെ സിനിമ തന്നെ ഞങ്ങൾക്ക് ഒരു സിങ്ക് ഉണ്ടായിരുന്നു. ആള് പറയുന്ന ആളുടെ കാഴ്ചപ്പാട് വിഷ്വലി ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടല്ലല്ലോ ഞങ്ങൾ ആ സീൻ അഭിനയിക്കുക, ഞങ്ങൾക്ക് പറഞ്ഞു തരത്തല്ലേ ഉള്ളൂ. വിഷ്വലി ഞങ്ങൾക്കത് കാണാൻ സാധിച്ചു നേരത്തെ എന്നുള്ളതാണ് അതിന്റെ കുറച്ചും കൂടെ ഒരു മികവ്. പിന്നെ ഇപ്പം ഞാൻ ഹ്യൂമർ അങ്ങനെ ഹാൻഡിൽ ചെയ്തില്ല. പാപ്പനിൽ കുറച്ച് സിറ്റുവേഷണൽ ഹ്യൂമേഴ്സ് അല്ലാതെ ഇതൊരു ഹ്യൂമർ ഓറിയന്റഡ് പടവും കൂടിയാണ്. അപ്പോൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം എനിക്കെന്തോ നിറവേറ്റാൻ പറ്റിയതുകൊണ്ടാവാം. എനിവേസ് ഇത് നമ്മളങ്ങ് നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്നതല്ലല്ലോ, ഓരോ ഷോർട്ട് ആൻഡ് ഡയറക്ടറിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം അവർക്ക് വേണ്ടുന്ന അമീറ്റിന് എന്നെ കൊണ്ട് എത്തിച്ചു. എന്റെ കഴിവിനേക്കാൾ ഉപരി അവരുടെ കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അച്ഛന്റെ മിന്നൽ പ്രതാപനൊക്കെ ഞങ്ങൾ ഏറ്റവും അധികം ആഘോഷ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ അലമ്പായ അലമ്പും അവർ ആഘോഷിക്കപ്പെടുന്നതാണ്. ഈ അച്ഛനും ട്രോളുന്നുണ്ട്, ലാലേട്ടനുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ ഇതിനകത്ത്. ശരിക്കൊരു മലയാള സിനിമയ്ക്കൊരു റിബ്യൂട്ടൊക്കെ പോലെ ഫീൽ ചെയ്തോ സീനുകളൊക്കെ? ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ തന്നെ ആദ്യം തന്നെ അങ്ങനത്തെ പ്ലാൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തത്. ഞങ്ങളാണല്ലോ ഫ്രഷ് ഇതിന്റെ റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ് ഓൾസോ റൈറ്റേഴ്സ്. ശിവസായും അരുൺ ജെയ്റ്റ്ലിയും ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടായ അതേ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കും ഉണ്ടായി. ഈവൻ ഞങ്ങൾ ട്രിബ്യൂട്ട് കൊടുത്ത സിനിമകൾ ഗണേഷ് സാറിന്റെ സജീവ സിനിമാ പ്രവർത്തനത്തിന്റെ സമയത്തുള്ളതായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനും ഈ കാലത്ത് വന്നിട്ട് അത് റിലേറ്റ് ആയി. സബ്ജക്ട് എന്താണെന്നുള്ളതും അതിനകത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഹ്യൂമർ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലായതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എൻ്റെ അച്ഛന് ഈ പടത്തിന്റെ പ്രിവ്യൂ കൊടുത്തപ്പോൾ ഗണേഷ് സാറിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഡയറക്ടറിന്റെ തോളത്ത് കിട്ടിയിട്ട് ഗണേഷൻ കലക്കി എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ. സത്യമാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗണേഷ് സാറിന്റെ ആണെന്ന് തോന്നുന്നു ഇതിലെ ഏറ്റവും അടിപൊളി പെർഫോമൻസ്. അതെ അതെ. കുറെ സ്ഥലത്ത് ഈ പറഞ്ഞ കൗണ്ടർ അടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പിഴை, എല്ലാവരും പിഴை, ഫോട്ടോ തിയേറ്റർ ആളുകൾ കൈകെട്ടി ചിരിച്ച് പറയാം. ഇങ്ങനെ കൗണ്ടർ അടിക്കാനൊക്കെ ഒരാളുണ്ട് ഗോകുലിന്. ഡയറക്ടർക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലാണോ മനസ്സിലായത്? ഡയറക്ടറിനോട് ചോദിക്കാം. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സദസ്സുകളിൽ ഞാൻ വേറെ പോലെ, എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്ത സദസ്സുകളിൽ ഞാൻ വേറെ പോലെ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുമ്പം അത്ര അടുപ്പമില്ലാത്ത സദസ്സുകളിലുള്ള പല ആൾക്കാരെ ഒന്നിച്ച് ചേരുക. ചിലവരായിട്ട് നമ്മൾ ഭയങ്കര ചെല്ലായി കഴിയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെരുമാറുമ്പോൾ ഉള്ള ചില എക്സ്പ്രഷൻസോ ജെസ്റ്റേഴ്സോ വരുമ്പോൾ അവർ മേക്കേഴ്സ് ആയതുകൊണ്ട് അതവരെ സിനിമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടിട്ട് അത് ചിലപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാവാം ഈ കണ്ടത്. ഞാൻ വളരെ ടെക്നിക്കലായിട്ട് അതിനെ പറയുന്നത്. അനാർക്കലിയുടെ കയ്യെടുത്ത് തലേമത്താൽ ഓടം പറഞ്ഞ സീനുകളൊക്കെ തിയേറ്ററിൽ ഫുൾ ചിരിയാണ്. ഇത് അത് അഭിനയിച്ച് കാണിച്ചിരുന്നതൊക്കെ ഗോകുലിന്റെ വേർഷൻസ് ആണ്. ഞാൻ 2-3 ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതിനകത്ത് നമ്മൾ എന്റെ വഴിക്കാൻ വിട്ടത് കൊണ്ട് ചില സാധനം ഔട്ട് ഓഫ് കോൺടാക്ട് പോകുന്നത് കാരണം കുറച്ചും കൂടെ അതിനെ ഒന്ന് മിസ്സാക്കിയിട്ട് പിന്നെ ചെയ്തതാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. 2 ടേക്കേ പോയിട്ടുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അത് അച്ഛൻ പടം കണ്ടിട്ട് എന്താ പറഞ്ഞു ഗോകുലിനോട്? സ്വന്തം മകനെ പോയിട്ടിട്ട് പ്രത്യേകിച്ച് പുള്ളിക്കും വലിയൊരു സന്തോഷം കിട്ടേണ്ടിയില്ല. അതുകൊണ്ട് എന്റെ തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. അത്രേ ഉള്ളൂ, നമുക്കത് മതി. അനാർക്കലി അമ്മ പറയുന്നത് അനാർക്കലിയുടെ കരിയർ ബെസ്റ്റാണ് ഈ സിനിമ എന്നാണ്. ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗോകുലിന് ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇളകിയാടിയ ഒരു ഗോകുലിനെ നമ്മൾ കണ്ടിട്ടില്ല. അത് പുതിയൊരു തുടക്കം അവിടെ. ഞങ്ങൾ ഇനിയും ഇതേ സിനിമയുടെ ഫ്രാഞ്ചൈസി പോലെ അല്ലെങ്കിൽ ഇതേ ആ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സൈഫൈ യൂണിവേഴ്സ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ കുറെ ഈസ്റ്റർ എഗ്സ് സിനിമയ്ക്കകത്തുണ്ട്. അതും ഞങ്ങൾ ഫർദർ പ്രോജക്ട്സ് ആക്കി മലയാളത്തിൽ കാണാവുന്ന ബിഗസ്റ്റ് സ്റ്റാർസിൽ ആരെങ്കിലും ഒരാളെ വെച്ച് ഞങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. റൈറ്ററും ഞാനും എല്ലാവരും. അച്ഛനെ എടുത്ത് പറഞ്ഞാൽ അച്ഛൻ പുതിയ സിനിമകളിൽ കയറുന്നതിന്റെ ത്രില്ലിലാണ്. അച്ഛൻ ഇപ്പോഴും സിനിമ ഒരു ഭയങ്കര ത്രില്ല് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോഴും. അതെ, എനിക്ക് പക്ഷെ അച്ഛൻ്റെ മുഖത്തുനിന്നത് റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ഛൻ്റെ ഈ പറഞ്ഞ മമ്മൂട്ടി സാറൊക്കെ പറയുന്ന ഓരോ സിനിമയും പുതിയ സിനിമയാണെന്നുള്ള വിധത്തിലെന്ന് തോന്നുന്നു. അപ്പൊ ഏകദേശം അതേ നമുക്കവിടെ നിന്നൊരു ഏകദേശം ഒരു പാരലൽ യൂണിവേഴ്സിലെ ഒരു വ്യക്തിയാണ് അച്ഛനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അച്ഛൻ്റെ പക്ഷേ വേറെ മേഖല ആയത് കാരണം വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള സമയത്താണ് നിങ്ങൾക്കറിയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഞങ്ങളുടെ പ്രൊഡ്യൂസറിനോടും ഞങ്ങളുടെ അഭ്യർത്ഥന ഈ സിനിമ ഇത്രയും കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് തിയേറ്ററിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ 4 വർഷം കാത്തിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു തരിക. താങ്ക് യു.